ഇന്ന് നേഷൻ ഫസ്റ്റ് ചാനലിൽ നമ്മോടൊപ്പം ഉള്ളത് BJP വക്താവായിട്ടുള്ള റെജി ലൂക്കോസ് ആണ്. സർ നമസ്കാരം. സർ നമസ്കാരം. സർ, താങ്കളൊരു ഇടത് സഹയാത്രികനായിരുന്നു, ഇടത് വക്താവായിരുന്നു. ഇപ്പോൾ ഒരല്പം മുമ്പ് മാത്രമാണ് താങ്കൾക്ക് മടുത്തിട്ടാണ് ഈ പാർട്ടിയുടെ അപ്രോച്ചിൽ, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ താങ്കളെപ്പോലുള്ളവരോടുള്ള അപ്രോച്ചിൽ മടുത്തിട്ടാണ് BJPയിലേക്ക് പോകുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ അത് കേരള സമൂഹത്തിനറിയാം. സർ, എൻ്റെ ചോദ്യം, താങ്കൾ മാറിയിരിക്കുന്ന ഈ അവസരത്തിൽ ഇക്കഴിഞ്ഞ ദിവസം AKG സെൻറ്ററിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി അവരുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പറയുകയുണ്ടായി. പ്രതീക്ഷിച്ച പല പേരുകളും അതിൽ ഉണ്ടായില്ല, മറിച്ച് പ്രതീക്ഷിക്കാത്ത പല പേരുകളും അതിൽ വന്നു. സിറ്റിംഗ് MLA മാരുണ്ട്. സർ, MV ഗോവിന്ദൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ നമ്മൾ ഇന്നലെ ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് വായിക്കുമ്പോൾ സർ, CPMന് അത്ര കണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് എൻ്റെ തോന്നലാണോ, അത് ഇനി പറയും എൻ്റെ തോന്നൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, അത് എൻ്റെ തോന്നലാണ് എന്ന് വേണമെങ്കിൽ പറയാം. സാറിന് ഇത് തോന്നുന്നു? കൃത്യമായ നിരീക്ഷണമാണ്. കാരണം CPMന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവ് 2 ടൈം കഴിഞ്ഞവരെ മാറ്റി നിർത്തി. കഴിഞ്ഞ തവണ 23-24 MLA സിറ്റിംഗ് MLA ഒറ്റക്കാരി മാറ്റി നിർത്തി. അതിൽ പ്രഗത്ഭരായിട്ടുള്ള പലരുണ്ടായി. തോമസ് ഐസക് ഉണ്ടായിരുന്നു, G സുധാകരനെ പോലുള്ളവർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അന്നത്തെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഇങ്ങനെ പോയാൽ താങ്കൾ താഴെ പോകുന്നുണ്ടോ വലിയ രീതിയിലുള്ള ഒരു ആഘാതം അവരിൽ ഉണ്ടാകാനുള്ള കാരണം വ്യക്തമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സിറ്റിംഗ് MLA മാരിൽ 2-3 പേര് വെച്ച് ബാക്കിയുള്ളവരെല്ലാം വീണ്ടും മത്സരിക്കാനായിട്ട് അവർ കളത്തിലിറങ്ങിയിരിക്കുക. പ്രത്യേകിച്ച് AM ഷംസീറിനെ പോലുള്ള, അതുപോലെ പൊന്നാനി MLA പോലുള്ളവർ മാത്രമാണ് അവർ മാറ്റി നിർത്തിയിരിക്കുന്നത്. അവർ ഒറ്റ കാരണം കൊണ്ട് തന്നെ തങ്ങളുടെ കർശനമായ നിലപാടിൽ നിന്നും അവർ പുറകോട്ട് പോകാനുള്ള കാരണം ഈ ആത്മവിശ്വാസക്കുറവ് മാത്രമാണ്. തന്നെപോലെ ഗോവിന്ദമാഷിന്റെ പത്രസമ്മേളനം ഞാനും കണ്ടതാണ്. ആ പത്രസമ്മേളനത്തിൽ ഗോവിന്ദമാഷയുടെ ശരീരഭാഷയും സംസാര ശൈലിയും ഈ പ്രഖ്യാപനത്തിൽ അദ്ദേഹം അസംതൃപ്തനാണെന്നും അതിനൊരു അടുത്ത തവണ CPM അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തോളം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ സംസാരത്തിലുണ്ടായിരുന്നു. ഇത് കൃത്യമാണ്. ഇത് നമ്മൾ രണ്ടുപേരും മാത്രം നിരീക്ഷിക്കുന്നില്ല. കേരളത്തിന് പൊതുവെ ഉള്ള ഒരു സംസാരം തന്നെയുണ്ട്. CPM അണികളിൽ പോലും അത് പകർന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, അപ്പോൾ നമുക്കിതിൽ ചോദിക്കാനുള്ളത്, സ്ഥാനാർത്ഥി ലിസ്റ്റ് സാറ് വായിച്ചു എന്ന് പറഞ്ഞു. സർ, ഷംസീറിനെ മാറ്റി കാരായി രാജനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. സർ, ഇതൊരു പ്രതീകം എന്ന് പറഞ്ഞൂടെ? ഇതാണോ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം? സത്യത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ വാക്കിന് ഇപ്പോൾ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു പാർട്ടിയായി CPM അധപ്പതിച്ചു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ G സുധാകരനെ 7 അയലത്ത് നിൽക്കാൻ പോലും ഈ പാർട്ടിയിൽ യോഗ്യതയില്ലാത്തവർ അദ്ദേഹത്തിന്റെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാരാരാജനെ കുറിച്ച് പറയാം. കാരാരാജനും അദ്ദേഹത്തിന്റെ സഹോദരനും ഒരു വലിയ കൊലക്കേസിൽ പ്രതിയായി ആ വർഷങ്ങളോളം ആ നാട്ടിൽ പോലും കയറാതെ കോടതി വിധി പ്രകാരം എറണാകുളത്ത് വന്ന് ജീവിച്ചൊരു വ്യക്തികളാണ്. ഇന്നും ആ കേസിന്റെ ദുരൂഹത കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിന് നടപടിക്രമങ്ങൾ കോടതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കേരളത്തിന്റെ സ്പീക്കർ എന്നുള്ള നിലയിൽ 2 തവണ മാത്രം മത്സരിച്ച് വിജയിച്ച ഷംസീറിനെ മാറ്റി ഈ കൊലപാതക പാരമ്പര്യം ഉണ്ടായെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ അവിടുന്ന് അടിച്ചേൽപ്പിച്ചത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ CPMന്റെ അധപതനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. തന്നെ നമുക്കൊരു ഹുങ്കുണ്ട്, തലശ്ശേരിയിൽ ആരെ കൊണ്ട് നിർത്തിയാലും വിജയിപ്പിക്കുക എന്നുള്ളവരും. എന്തിനാണ് ഷംസീറിനെ മാറ്റി എന്നുള്ളൊരു ഉത്തരം ഇതുവരെ പറയുന്നതിൽ ഒരു മറുപടി പോലും അതിനകത്തില്ല. അത് തന്നെയല്ല, വേറൊരു വിചിത്രമായ ഒരു സംഭവമുണ്ട്. പൊന്നാനിയിലെ MLA ഒറ്റത്തവണ മത്സരിച്ചു. പൊന്നാനിയിലെ MLA അത് വളരെ അത്യാവശ്യം ജനപ്രിയനായിട്ടുള്ള ഒരു MLA ആണ്. അദ്ദേഹത്തിനെ മാറ്റിയിട്ട് കൊണ്ടുവന്ന ആളാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ല. അത് നേരെ കൊണ്ട് പിന്നെ നമ്മുടെ PSC ചെയർമാനാക്കി, വീണ്ടും അവിടുന്ന് ഒഴിഞ്ഞപ്പോൾ പിന്നെ വക്കഫ് ചെയർമാനാക്കി, ഇപ്പൊ അയാൾ CPMന്റെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഈ മനുഷ്യന് യാതൊരു CPM രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ ഇതുപോലെയുള്ള നിലപാടുകൾക്കുള്ള ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞ് തങ്ങൾ ഏതായാലും തിരിച്ചു വരത്തില്ല. അപ്പൊ തങ്ങളുടെ പാർശ്വവർത്തികൾക്ക് സീറ്റ് കൊടുക്കാന്നൊരു ഇതാണ്. ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത മൂക്കത്ത് വരച്ചവും പാലക്കാട് ഒരു വൻ വ്യവസായിയെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഇപ്പൊ മുതലാളിത്തത്തിനും സാമ്രാജ്യത്തിനൊക്കെ എതിരെ നാവെടുത്ത 40 വട്ടം പറഞ്ഞത് ഈ പാർട്ടി സെക്രട്ടറി പാർട്ടിക്കാർക്കും ഇതുപോലുള്ള മുതലാളിമാരെ ആശ്രയിക്കേണ്ടി വന്ന ഒരു ഗതികേട് CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടല്ലേ. അപ്പൊ തന്നെയുമല്ല, നമ്മൾക്ക് ആ ലിസ്റ്റ് ലഭിച്ചാൽ അയ്യപ്പാസ ഒരു കാര്യം പറയാം, ഇവർ തകർന്നടിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ ഇത് പറയാം. ആരാണ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി? സാക്ഷാൽ ഗോവിന്ദമാഷിന്റെ ഭാര്യ. ആ ഗോവിന്ദമാഷയുടെ ഭാര്യ ശ്യാമള എന്ന് പറയുന്ന വ്യക്തിയാണ് ആന്തൂർ ഒരു മുനിസിപ്പൽ ചെയർമാനായിരുന്നപ്പോൾ സാജൻ എന്ന് പറയുന്ന
പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഒരു ഓഡിറ്റോറിയം പണിത ആളെ കയറ്റി ഇറക്കി പുച്ഛിച്ച് അവസാനം ഒരു ഇടതുപക്ഷക്കാരൻ CPM അനുയായി ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു ഇതാണ് അന്നത്തെ ധാർഷ്ട്യത്തിന്റെ അഹംഭാവത്തിന്റെ പ്രതീകമായിരുന്ന ഈ ഗോവിന്ദ് മാഷിന്റെ ഭാര്യ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർ പുച്ഛത്തോടുകൂടിയാണ് ഇത് സംഭവിച്ചത്. ഒടുവിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അനുമതി മുഴുവൻ കൊടുത്തു. അപ്പൊ പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് വലിച്ചു വിട്ടെ? അവർക്കാണ് തളിപ്പറമ്പ് പോലുള്ള പ്രദേശത്തുള്ള സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഒഴിവാക്കിയതാരെയാ? സുകന്യ പോലുള്ള ജെയിംസ് മാത്യുവിന്റെ ഭാര്യ. അതുപോലെ തന്നെ വ്യാപകിച്ച് ഈ പാർട്ടി കൊണ്ടുവന്ന് പിന്നെ ഗോവിന്ദ മാഷ് തന്നെ കൊണ്ടുവന്ന് പാർട്ടിയുടെ മീഡിയ സെല്ലിന്റെ കൺവീനറാക്കിയ നികേഷ് കുമാറിനെ പോലുള്ളവരൊക്കെ മാറ്റിയിട്ടാണ് അതെ ഈ ശ്യാമളെ അവിടെ അടിച്ചേൽപ്പിക്കുന്നത്. ഇന്ന് തളിപ്പറമ്പിൽ നിങ്ങൾക്ക് മുക്കിലും മൂലയിലും ഇവർക്കെതിരെയുള്ള പ്രതികരണങ്ങൾ CPM പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താ? അതുപോലെ തന്നെ ആ ബഹുമാനപ്പെട്ട ബിന്ദു, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ആരായിരുന്നു? അവർ സത്യസന്ധമായിട്ട് പറഞ്ഞ കോളേജ് അധ്യാപികയായിരുന്നു. അവരെ കൊണ്ട് തൃശ്ശൂർ മേയറാക്കി വിജയരാഘവന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് മാത്രം ഇരിങ്ങാലക്കുട അടിച്ചേൽപ്പിച്ചു. അവരെ മന്ത്രിയാക്കി വീണ്ടും മത്സരിപ്പിക്കുന്നു. അപ്പൊ വംശപാരമ്പര്യത്തിന്റെ കുടുംബപാരമ്പര്യത്തിനും കുടുംബത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്നു. പണക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ പാവപ്പെട്ട സഹാക്കൾക്ക് ക്ലാസ് എടുക്കും. അച്ചടക്കം, അനുസരണ, ബൂർഷ്വാക്കൾക്കെതിരെ പ്രതികരിക്കണം, മുതലാളിമാർക്കെതിരെ പ്രതികരിക്കണം, സാമ്രാജ്യത്തിനെതിരെ പ്രതികരിക്കണം, നിയോ ലിബറൽസ് എന്നൊക്കെ പറഞ്ഞ് കുറെ 10-60 വർഷങ്ങൾക്ക് മുമ്പ് പ്രയോഗിച്ച വാക്കുകൾ തന്നെ പ്രയോഗിപ്പിച്ച് ഈ ചെറുപ്പക്കാരെ അല്ലാത്തവരായ സഖാക്കളെ അടിച്ചൊതുക്കി. പക്ഷേ അയ്യപ്പാസെ അതുകൊണ്ട് വന്ന ഗതികേടെന്താ? കേരളീയർക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു. വളരെ വിവേകബുദ്ധിയുള്ള കേരളത്തിലെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഈ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോയി. കാരണം ഇവർക്ക് പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ടാണ് തങ്ങളെ ഇതുപോലെ അടിമകളാക്കുന്നതിന് ബോധ്യം വന്നതുകൊണ്ടും ഈ കുടുംബ പാരമ്പര്യം മാത്രം നിലനിർത്തുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുതലാളിമാരെ സീറ്റ് നൽകി നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ യുവതലമുറ മുഴുവൻ പോയി അവരിൽ 90% BJPയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ അർപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ചോട്ടെ. ഞാൻ അത്യാവശ്യം യാത്ര ചെയ്യുന്നതിനോട് അല്പം അറിയാവുന്ന തോന്നുന്നേ. നമ്മള് ഈ വിദേശ രാജ്യങ്ങളിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോകും കാണുന്ന ഇന്ത്യ വാസം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതകരമായ വിജയം നേടിയ ഒരു ഭാരതമാണ്. 12 വർഷം കൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും അദ്ദേഹത്തിന്റെ വാക്കാണെന്ന് ലോകം ശ്രദ്ധിക്കുന്നത്. ശത്രുതയില്ലാത്ത രാജ്യമായിട്ട് മാറ്റി. പാകിസ്ഥാൻ ഒഴിച്ചുള്ള ഒരു രാജ്യം പ്രത്യേകിച്ച് ബംഗ്ലാദേശ് അല്ലാതെ കണ്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യയോട് ശത്രുതയുള്ള രാജ്യം ഈ ഭൂലോകത്തിലില്ല. അങ്ങനെ രാജ്യം ലോകത്തിൽ ഇന്ത്യ മാത്രം. ഇപ്പോൾ ഇറാനിൽ നിന്നും വരുന്ന വിഷയം എന്താ? ഇസ്രായേലും ഇറാനും നമ്മളോടൊപ്പമാണ്. നമ്മുടെ ഷിപ്പുകൾ മാത്രമേ അവിടുന്ന് കടത്തിവിട്ടിട്ടുള്ളൂ. 28 ഷിപ്പുകൾക്ക് ഇറാന്റെ സൈനികരടക്കം കാവൽ നിന്നുകൊണ്ട് വിടാനായിട്ട് അനുമതി ലഭിച്ചു. അതൊക്കെ നമ്മുടെ ഡിപ്ലോമസിയുടെ വിജയമല്ലേ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിജയമല്ലേ? ദക്ഷിണേഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും ഗ്യാസിന്റെ പ്രോബ്ലമുണ്ട്. പക്ഷെ ഒരു മിനിറ്റ് പോലും ഡീസൽ പെട്രോളും ഇല്ലാതെ കൊണ്ട് ഗ്യാസ് കൃത്യമായ രീതിയിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മുടെ ബുദ്ധിമുട്ടല്ല, അത് ജിയോ പൊളിറ്റിക്സിൽ അന്തർദേശീയ തലത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഈ യുദ്ധത്തിന്റെ പേരിൽ. പക്ഷെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും നമ്മുടെ വിദേശകാര്യ വകുപ്പും ഇന്ന് ലോകം ആദരിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് മാത്രമേ പ്രശ്നമില്ലാതുള്ളൂ. സർ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ഈ പറയുന്ന രീതിയിൽ ധർമ്മടത്ത് പിണറായി വിജയൻ തന്നെ മത്സരിക്കുന്നു. പിന്നെ രണ്ടാമത് നമുക്ക് പറയാനുള്ളത് മട്ടന്നൂര് ശൈലജ ടീച്ചറിനെ മാറ്റിയിട്ട് അവരുടെ DYFI നേതാവ് സനോജിനെ മത്സരിപ്പിക്കുന്നു. അവരെ പേരാവൂരേക്ക് ശൈലജയെ അയക്കുന്നു. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ എന്തും അടിച്ചേൽപ്പിച്ചാൽ അത് ഈ പറയുന്ന അണികൾ ഏറ്റെടുത്തുകൊള്ളും എന്നുള്ള അഹങ്കാരം ഇത്തവണത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ CPMന് മനസ്സിലാകുമോ? CPMന് അവർ മനസ്സിലാകുന്നില്ല. തോറ്റു എന്ന് ബോധ്യപ്പെടുത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടി CPM-ആണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സീറ്റിൽ ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഇതിൽ പാർലമെന്റിലേക്കോ ഒക്കെ പരാജയപ്പെട്ടാൽ അവർ പറയുന്നത് ഞങ്ങളുടെ തോൽവിയല്ലേ, ഞങ്ങൾ ചോട്ട് കൂടുതൽ കിട്ടിയത്. അപ്പൊ തോൽവി അംഗീകരിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പൊ അത്ര കോമഡി അവർക്കുള്ളത്. ഇപ്പൊ ശൈലജ ടീച്ചറെ കുറിച്ച് പറയാം. അത്യാവശ്യം ജനപ്രീതിയുള്ള കേരളത്തിലെ CPM നേതാക്കളിൽ 1ാം സ്ഥാനം ശൈലജ ടീച്ചർക്കാണ്. കഴിഞ്ഞ തവണ അവർക്ക് മന്ത്രിയാക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല. അവർക്ക് തവണ സീറ്റ് നിഷേധിച്ചു. അവസാനം എനിക്ക് എന്താണ് അയോഗ്യത, അതുപോലെ തന്നെ പിന്നെ മലബാറിലെ പല സ്ഥലത്തുനിന്നും സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ തങ്ങൾക്ക് ശൈലജ പണ്ട് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാത്ത അവസ്ഥയിലേക്ക് ആകുന്ന ഒരു ഭയം കൊണ്ട് മാത്രമാണ് പരാജയപ്പെടാനായിട്ട് അവരെ സത്യം പറഞ്ഞ രാഷ്ട്രീയ വനവാസത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് അവര് എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പേരാവൂർ സന്നിവാസം. അതെ, പേരാവൂർ. ഇത് തന്നെയായിരുന്നു വടകരയിൽ സംഭവിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അതിന്റെ പാർശ്വവർത്തികൾക്കും എതിരെ എവിടെയെങ്കിലും ഒരു ആൾ തലമുക്കിയാൽ അയാളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള തിരിച്ചടി, അതിനുള്ള കണക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ CPM നൽകേണ്ടി വരും. ഈ തളിപ്പറമ്പിൽ ഉൾപ്പെടെയുള്ളിടത്ത് പോലും CPM പരാജയപ്പെടും. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ബോധ്യമായിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് എന്ത് അടിച്ചേൽപ്പിച്ചാൽ അംഗീകരിക്കുന്ന സഖാക്കളുടെ ഒരു കൂട്ടം ഇപ്പോൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അയ്യബാസെ, ഇത് ആ പാർട്ടിയോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞതല്ല, ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. കേരളത്തിലെ ഏത് രാഷ്ട്രീയ നിരീക്ഷകർക്കും അത് ബോധ്യമാകും. ഇപ്പൊ ഞാനിരിക്കുന്ന കോട്ടയം ജില്ലയില. കോട്ടയം ജില്ലയിൽ ഞാൻ പല ചർച്ചകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കോട്ടയം ജില്ലയിൽ BJPക്ക് അനുകൂലമായി, ഞാൻ നേരത്തെ നിങ്ങളുടെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, എങ്കിൽ പോലും BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നു. ആ BJPയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം CPM പ്രവർത്തകരായിരിക്കും, നേരിട്ടറിയാം. സാർ, ഏതായാലും നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ BJP ഇത്തവണ കേരളത്തിൽ സീറ്റ് ഉറപ്പിക്കും. താങ്കളുടെ ഒരു നിഗമനത്തിൽ എത്ര സീറ്റ് വരെ BJPക്ക് നേടാൻ കഴിയും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. എത്ര സീറ്റ് വരെ നേടാൻ കഴിയും? നല്ല ചോദ്യമാണ്. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പ്രവചിക്കുന്നത് ചിലർ 2, 3, 4, 5, ഒരു മാധ്യമം മാത്രം ഇന്ന് 12 സീറ്റ് പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ BJPക്ക് അനുകൂലമായി കേരളത്തിൽ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞത് 25-നും 30-നും സീറ്റ് നേടും. അത് ഓരോ ദിവസവും BJPക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തിരുവനന്തപുരം, പിന്നെ ആലപ്പുഴ, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ BJP വലിയ മുന്നേറ്റം നടത്തും. ബാക്കിയുള്ളിടത്തും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ നിർണായകമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് BJP എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സാർ, നമുക്ക് തുടർന്നും നമ്മുടെ വിഷയങ്ങളുമായി ഇരിക്കണം. സാറിനെ ഞങ്ങൾ ബന്ധപ്പെടുന്നതാണ്. നന്ദി.